ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുകുന്ദന്റെ വീട്ടിൽ മഞ്ജുവും മഹിമയും ഗൗരിയമ്മയും മുകുന്ദനും കൂടി സംസാരിക്കുന്ന സമയത്താണ് ഗിരി അവിടേക്ക് വരുന്നത്. ഗോപാലനാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്ന സമയത്ത് ഗിരി അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഗിരി പറയണേ, എന്തിനാണ് നിങ്ങൾ ഗോപാൽജിയെ ഇങ്ങനെ സംശയിക്കുന്നത്? ഗോപാൽജി ഒന്നുമല്ല ഇതൊന്നും ചെയ്തത്, അബി ആയിക്കൂടെ? അബിക്ക് മഹിമയോട് അത്രമാത്രം അധികം ദേഷ്യമുണ്ടല്ലോ. അപ്പോൾ മഞ്ജു പറയണ്, ആ വാർത്ത കൊടുത്ത മീഡിയക്കാരനുമായി ഞാൻ സംസാരിച്ചതാണ്, അയാൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്നോട് ഗോപാലനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ ഗിരി പറയാണ്, അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അയാളുടെ മൊഴിയെടുത്ത് ഗോപാൽജിയെ അറസ്റ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണ്, അത് കഴിയില്ല. കാരണം അയാൾക്കെതിരെ മൊഴി കൊടുക്കാൻ റിപ്പോർട്ടർക്ക് പേടിയാണ്. അയാൾ പറയുകയും ചെയ്തു എനിക്കതിന് കഴിയില്ല എന്ന്. അയാൾ അത്രമാത്രം അധികം ഗോപാലിനെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഗിരി പറയണ്, അതൊന്നല്ല കാരണം. ഗോപാൽജിക്കെതിരെ അവന്റെ കയ്യിൽ തെളിവില്ല. അവൻ ജോലി ചെയ്യുന്ന ഓൺലൈൻ മീഡിയക്ക് കാശ് കൊടുക്കുന്നത് പ്രതിപക്ഷമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഗോപാൽജി ഭരണപക്ഷത്തെ നല്ലൊരു നേതാവാണെന്ന് അറിയാവുന്നത് കൊണ്ട് പ്രതിപക്ഷ പാർട്ടിക്കാര് കരിവാരി തേക്കാൻ വേണ്ടി കാണിച്ചതാണ് ഇതൊക്കെ. ഈ കാരണമാണ് ഗോപാൽജിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. മഞ്ജുവും മുകുന്ദനും മഹിമയും ഗൗരിയമ്മയും എന്ത് പറഞ്ഞാലും ഗിരി അതൊന്നും വിശ്വസിക്കാതെ ഗോപാൽജിയെ തന്നെ ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോ മുകുന്ദൻ പറയാണ്, സത്യം നിന്റെ കൺമുന്നിൽ ഉണ്ടായാലും നീ അത് കാണില്ല ഗിരി. കാരണം ഗോപാലിനെ നീ അത്രമാത്രം അധികം വിശ്വസിക്കുന്നുണ്ട്. അതിന് നിനക്ക് നല്ലൊരു തിരിച്ചടി ഗോപാലന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് മുകുന്ദൻ ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗൗരിയമ്മ പറയാണ്, ഇവളുടെ കല്യാണത്തിന് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് താലി കൊടുത്തത് നീയാണ്. എന്നിട്ടാണ് ഇവളെ തകർക്കാൻ വേണ്ടി നോക്കുന്ന ഗോപാലന്റെ കൂടെ നീ നിൽക്കുന്നത്. ഇവൾക്ക് ഒരു ആപത്ത് വരുത്താതെ നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ ഗിരി എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയാണ്, ഇവളുടെ ജീവിതം തകർക്കാൻ നോക്കുന്നവരുടെ കൂടെ അറിഞ്ഞോണ്ട് ഞാൻ കൂടെ നിൽക്കില്ലല്ലോ ഗൗരിയമ്മേ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയണ, അറിഞ്ഞോണ്ട് നീ നിൽക്കില്ല, പക്ഷേ ഇവളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നവരുടെ കൂടെ നിൽക്കും, അതാണ് നീ. മുകുന്ദ, ഞാൻ എന്നങ്ങ് പറയുമ്പോൾ നിനക്ക് നിന്റേതായ ശരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല. നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും എനിക്ക് കൂടുതൽ താല്പര്യമില്ല. നീ ഇവിടേക്ക് വന്നത് മഹിമയെക്കുറിച്ച് അന്വേഷിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ ഇനി മഹിമയുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. മഹിമയെ നോക്കാൻ ഞാനും അമ്മയും മഞ്ജുവും ഉണ്ട്. നീ വെറുതെ ബുദ്ധിമുട്ടണമെന്നില്ല. നീ ഇപ്പോൾ ഗോപാലന്റെ കൂടെ ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും. നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്നും പറഞ്ഞ് മുകുന്ദൻ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മുകുന്ദൻ ആ പറഞ്ഞ വാക്കുകൾ ഗിരിക്ക് വല്ലാതെ ആവാണ്. അങ്ങനെ ഗിരി സങ്കടപ്പെട്ടു പോകുന്ന സമയത്ത് ഗൗരിയമ്മ മഞ്ജുവിനോട് പറയാണ്, അല്ല ഗിരിക്ക് നല്ല വിഷമമായിട്ടുണ്ട്, നമ്മൾ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ്, ഇല്ല കൂടിയിട്ടൊന്നുമില്ല, ഇത് ഗിരിയേട്ടൻ കേൾക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെ സത്യം ഗിരിയേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മാത്രമാണ് ഗിരിയേട്ടന്റെ തെറ്റ് ഗിരിയേട്ടൻ മനസ്സിലാവുള്ളൂ എന്ന് പറയട്ടോ. അങ്ങനെ ഗൗരിയമ്മയും മഹിമയും അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം മഞ്ജു വിഷമത്തോടു കൂടി ഗിരിയേട്ടൻ എന്നാവും ഗോപാലനെ ശരിക്കും തിരിച്ചറിയുക എന്നുള്ള വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. പിന്നീട് ഗോപാലൻ സന്തോഷത്തോടു കൂടി ഫോണിൽ സംസാരിക്കാൻ കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് ചാച്ചുവും ശാലിനിയും സഞ്ജയും കൂടി വരുന്നത്. അങ്ങനെ ഗോപാലൻ ഫോൺ വെച്ച ശേഷം, എന്താ ഏട്ടൻ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചാച്ചു ചോദിക്കുമ്പോൾ, അതെ, മഹിമയുടെ പ്രശ്നം കഴിഞ്ഞ ശേഷം ചേട്ടൻ ഇതുവരെ സന്തോഷിച്ച് കണ്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് സന്തോഷിക്കാനുള്ള വക തന്നെയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയുമ്പോൾ, എന്താ ചേട്ടൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാട്ടോ. എനിക്ക് പാർട്ടിയിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പാർട്ടിയിൽ കയറി പറ്റാൻ വേണ്ടി നോക്കിയത്. പക്ഷേ ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തപ്പോഴത്തേനും എന്നെ പാർട്ടിക്കാർ ചതിച്ച് എന്നെ പുറത്താക്കി. പക്ഷേ ഞാനിപ്പോൾ മറ്റൊരു ഉപായമാണ് കണ്ടെത്തിയത്. എനിക്കിപ്പോൾ എന്നെ വേണ്ടാത്ത പാർട്ടിയെ എനിക്കും വേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ സഞ്ജയ് പറയണം, അത് അച്ഛനെടുത്ത തീരുമാനം നല്ലതാണ് എന്ന് പറയുമ്പോൾ, എങ്കിൽ ഇനിയിപ്പോൾ പ്രതിപക്ഷത്തേക്ക് ചേരാനാണ് എൻ്റെ തീരുമാനം. അതിന് അവർ അച്ഛനെ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അതിനുള്ള ഒരു വഴിയാണ് എനിക്കിപ്പോൾ വീണ് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ പാർട്ടി മാറാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി പ്രതിപക്ഷ പാർട്ടി സെക്രട്ടറി വിനോദിനെ അറിയില്ലേ, അവൻ വഴി ഞാൻ ഇനി അതിലേക്ക് കയറാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിനോദിന് ഒരു മകളുണ്ട്, വിനീത. ആ കുട്ടി BDS കഴിഞ്ഞിരിക്കുകയാണ്. അവളെ ഞാൻ സഞ്ജയ്ക്ക് വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സഞ്ജയ് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ശാലിനി പറയണ്, എങ്കിൽ എന്തായാലും ഈ ഒരു വിവാഹത്തിന് അവർ സമ്മതിക്കില്ല. അപ്പോൾ ഗോപാലൻ പറയണ്, അല്ല, ആ പെൺകുട്ടിക്ക് സമ്മതമാണ്. അപ്പോൾ ശാലിനി പറയണേ, ഇവനിൽ എന്ത് കണ്ടിട്ടാണ് ആ പെൺകുട്ടി സമ്മതം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ചാച്ചു പറയണേ, ഇവൻ എന്തടി ഒരു കുറവുള്ളത്? ഇവന് സൗന്ദര്യമില്ലേ, ഇഷ്ടം പോലെ കാശില്ലേ? അപ്പോൾ ശാലിനി പറയണേ, ചീത്തപ്പേരില്ലേ, ദുശീലമില്ലേ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ചാച്ചു പറയാം, അതൊക്കെ ഇപ്പോൾ ഇക്കാലത്ത് ഒരു കുറവാണോ? ഇങ്ങനെയൊക്കെ കുറച്ച് ദുശീലങ്ങളില്ലാത്ത ആൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഗോപാലൻ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. വിനോദേട്ടനെ വേറെ മക്കളൊന്നുമില്ല, ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാർട്ടിയിലെ അടുത്ത യുവനേതാവ് നീയാണെന്ന് പറയുമ്പോൾ ഗോപാലൻ പറയണേ, ഞാൻ സഞ്ജുവിന്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ
അവർക്ക് ഇഷ്ടമായി, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശാലിനി പറയണേ, എത്രയും പെട്ടെന്ന് ഇവന്റെ കല്യാണം നടത്തുന്നത് തന്നെയാണ് നല്ലത്, അല്ല എന്നുണ്ടെങ്കിൽ ഇവൻ വഴി തെറ്റി പോവാൻ സാധ്യതയുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഗോപാലൻ പറയണേ, ഇവന്റെ ഈ കല്യാണം നടന്നാൽ എനിക്കാണ് ഉപകാരമുള്ളത്, അതുവഴി എനിക്ക് പാർട്ടിയിലേക്ക് കയറാനും കഴിയുമെന്ന് പറയട്ടോ. അപ്പോൾ സഞ്ജു പറയണേ, എന്തിനാണ് അച്ഛാ ഇങ്ങനെ ധൃതി പിടിച്ച് കല്യാണം നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ, കല്യാണം പെട്ടെന്ന് നടത്തി എന്ന് കരുതി എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, അല്ല അനിയത്തി നിൽക്കുന്ന സമയത്ത് ചേട്ടൻ കല്യാണം കഴിച്ചു എന്ന് നാട്ടുകാർ പറയില്ലേ, ഇപ്പോൾ അങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇനി ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചാൽ മതി, അതുവരെ നീ വെറുതെ വായിൽ നോക്കി നടക്കാനൊന്നും നിൽക്കണ്ട, കണ്ണ് കണ്ട പെണ്ണുങ്ങളുമായി കറങ്ങാനും നിൽക്കണ്ട. ശാലിനി പറയണേ, അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ആ സ്വപ്നയെക്കുറിച്ചാണ് അച്ഛൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ച് സഞ്ജയ് എണീറ്റ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശാലിനി പറയുന്നത്, അല്ല വ്യക്തമായി പറഞ്ഞില്ലെങ്കിലേ അവന് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ഗോപാലൻ അങ്ങ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കല്യാണം നടന്നാൽ ഏറ്റവും കൂടുതൽ ഉപകാരം എനിക്കാണ്, എനിക്ക് പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ പാർട്ടിയിലേക്ക് കയറാനും കഴിയും, ആ സ്വപ്നയെ കൊണ്ടുള്ള ശല്യവും തീരും എന്ന് പറയണം. പിറ്റേ ദിവസം രാവിലെ തന്നെ ഗിരിയുടെ വീട്ടിലേക്ക് ഗോപാലൻ ചെല്ലുകയാണ് കേട്ടോ ഈ ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോപാലിനെ കാണുന്ന സമയത്ത് ഗിരി സന്തോഷത്തോടു കൂടി അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗൗരിയമ്മയും പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഗോപാലൻ ചോദിക്കുകയാണ്, മഞ്ജു ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അവൾ നേരത്തെ തന്നെ സ്റ്റേഷനിലേക്ക് പോയി എന്ന് ഗിരി പറയാട്ടോ. ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത്, എൻ്റെ വീട്ടിൽ സന്തോഷമുണ്ടായാൽ ആദ്യം അറിയിക്കുന്നത് ഞാൻ ഇവിടെയല്ലേ, അത് പറയാനാണ് വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ സ്വപ്ന ഇങ്ങനെ മനസ്സിലിങ്ങനെ സന്തോഷിക്കുകയാണ്, എന്നെക്കുറിച്ച് എന്നെ പെണ്ണ് ആലോചിക്കാൻ വേണ്ടി വന്നതാകുമോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ ഗിരി പറയാണ്, അമ്മ ഒരു ഗ്ലാസ് ചായ എടുത്തേക്ക് എന്ന് പറയുമ്പോൾ, ചായ ഇതിന് പാലില്ല എന്ന് പറയുമ്പോൾ, ഞാനല്ലേ രാവിലെ പാല് കൊണ്ടുവന്നത്, അതോ അത് പിരിഞ്ഞു പോയി എന്ന് പറയട്ടോ. അപ്പോൾ തന്നെ ഗോപാലന് കാര്യം മനസ്സിലാവാൻ, ഞാനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഗോപാലൻ പറയണേ, എനിക്കിപ്പോൾ ചായയൊന്നും വേണ്ട, ഞാനിപ്പോൾ ചായ കുടിച്ചിട്ടാണ് വന്നത് എന്ന് പറയട്ടോ. എന്നിട്ട് പറയണേ, ഞാൻ വന്ന സന്തോഷ വാർത്ത മറ്റൊന്നുമല്ല, സഞ്ജയെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു എന്ന് പറയട്ടോ. അത് നന്നായി എന്ന് ഗിരിയും പറയണേ. അപ്പോൾ ഗിരിയുടെ മനസ്സിലും സ്വപ്നയെ ആലോചിക്കാൻ വേണ്ടിയിട്ടാവും ഗോപാലൻ വന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സ്വപ്നയെ നോക്കുന്നത്. ഗിരി ചോദിക്കുകയാണ്, അല്ല ഏതാണ് പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പെൺകുട്ടിയാണെന്ന് ഗോപാലൻ സ്വപ്നയുടെ മുഖത്ത് നോക്കി പറയട്ടോ. അപ്പോൾ സ്വപ്ന മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നെ ആലോചിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ വന്നിട്ടുള്ളത്, അപ്പോൾ സഞ്ജുവേട്ടൻ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ സ്വയം മനസ്സിൽ കരുതാണ് കേട്ടോ. അപ്പോൾ ഭാനുവും എങ്ങനെ സ്വപ്നയെ നോക്കുന്നുണ്ട്, ഇവൾ കരുതുന്നത് ഇവളെയാണെന്നായിരിക്കും, അപ്പോൾ ഇനിയിപ്പോൾ ഇയാൾ ഇവിടേക്ക് വന്നത് എൻ്റെ മോളെ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാകുമോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഭാനുമ്മയും നോക്കുന്നത്. അങ്ങനെ ഗിരി ചോദിക്കുകയാണ്, ഏതാണ് പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ, നിനക്കറിയില്ലേ ആ പാർട്ടി സെക്രട്ടറി വിനോദിൻ്റെ മകൾ വിനീത, ആ പെൺകുട്ടിയെയാണ് ഞാൻ സഞ്ജയ്ക്ക് വേണ്ടി ആലോചിച്ചിട്ടുള്ളത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സ്വപ്ന അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഗിരി പറയണ, ഞാനും കണ്ടിട്ടുണ്ട് ആ പെൺകുട്ടിയെ, നല്ല പെൺകുട്ടിയാണ്, എന്തുകൊണ്ടും സഞ്ജയ്ക്ക് ആ പെൺകുട്ടി ചേരുമെന്ന് പറയട്ടെ. അത് കേട്ടപ്പോൾ ഭാനുമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഭാനുമ്മ പറയണേ, ഞാൻ ഗോപാൽജിക്ക് വേറെ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം എന്ന് പറയട്ടോ. അപ്പോൾ ഗോപാലൻ ശരി എന്ന് പറയാണ്. അങ്ങനെ ഭാനുമ്മ കുടിക്കാൻ വേണ്ടി അകത്തേക്ക് ജ്യൂസ് എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഗിരിയും കൂടെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്നയും ഗോപാലനും മാത്രമുള്ള സമയത്ത് ഗോപാലൻ പറയണേ, എന്താ മോളെ നിനക്കൊരു സന്തോഷമില്ലാത്ത, സഞ്ജുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടിട്ട് നിനക്കിപ്പോൾ എന്നോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ടല്ലേ, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതാണ് പറയുന്നത് പണക്കാരുടെ പുറകെ ഒന്നും നടന്ന് സമയം കളയണ്ട എന്നുള്ളത്, ഇനിയെങ്കിലും നീ കാര്യങ്ങളൊക്കെ ഗൗരവത്തോടെ എടുത്ത് നീ ഒരു സർക്കാർ ജോലിക്കാരനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്ക്, അതല്ല നീ വല്ല തടസ്സത്തിന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, നിന്നെ അങ്ങ് തട്ടിക്കളയും, നിന്റെ ഗിരിയേട്ടന് പോലും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ നിന്നെ തീർക്കാൻ എൻ്റെ കയ്യിൽ ആളുകളുണ്ട്, അങ്ങനത്തെ പിള്ളേരുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിച്ചു നടന്നോ, നീ മരിച്ചാൽ ഒരു മാസം വരെയൊക്കെ സഞ്ജയ് ദുഃഖിച്ചു നടക്കുമായിരിക്കും, അത് കഴിഞ്ഞാൽ അവൻ വേറെ പെണ്ണിൻ്റെ പിന്നാലെ പോവും, അത്രയൊക്കെ തന്നെ ഉള്ളൂ നിന്നോടുള്ള പ്രേമം സഞ്ജുവിന് എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഗിരി അവിടേക്ക് വരുന്നത്. മോളോട് കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഗിരി ഇത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണമെന്നാണ് വിനോദിന്റെ താല്പര്യം, അപ്പോൾ എല്ലാത്തിനും കൂടെ നിന്നേക്കണേ ഗിരി എന്ന് പറയുമ്പോൾ, അതിനെന്താ എൻ്റെ വീട്ടിലെ സ്വന്തം ചടങ്ങ് പോലെ തന്നെ ഞാൻ ഗോപാൽജിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയട്ടോ. അപ്പോഴാണ് ഭാനുമ്മ ജ്യൂസുമായിട്ട് വരുന്നത്. ദാ ജ്യൂസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഗോപാലൻ ഭാനുമ്മക്കിട്ടൊരു കുട്ട് കൊടുക്കുകയാണ്, ഞാൻ ഈ സമയത്ത് ജ്യൂസ് കുടിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നിർത്തി എന്ന് പറയട്ടോ. അപ്പോൾ ഭാനുമ്മയെ കളിയാക്കിയതാണെന്ന് ഗിരിക്കും ഭാനുമ്മയ്ക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗോപാലൻ ഒരുപാട് പേര് ക്ഷണിക്കാനുണ്ട്, എന്നാൽ മഞ്ജുവിനോട് പറയണം, ഞാനിനി മഞ്ജുവിനോട് നേരിട്ട് പറയണോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയണേ, അത് വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയട്ടോ. അങ്ങനെ ഗോപാലൻ പോയി കഴിഞ്ഞ ശേഷം സ്വപ്ന സഞ്ജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ സഞ്ജയ് ആരും കേൾക്കണ്ട എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങി സ്വപ്നയോട് സംസാരിക്കാൻ
വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ചാച്ചു വരുന്നത്. എന്നിട്ട് സഞ്ജയുടെ കയ്യിലുള്ള ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങുക കേട്ടോ. നീ ഇപ്പോൾ അവളുമായി സംസാരിക്കരുത് എന്നുള്ളത് ഗോപാലേട്ടൻ എന്നെ ഏൽപ്പിച്ചതാണ്. ഇനി മുതൽ നിന്റെ ഫോൺ എൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. നീ ഇനി ഒരിക്കലും അവളുമായി സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയില്ല ചാച്ചു, എൻ്റെ ഫോൺ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ, ഇല്ല നിനക്ക് ഈ ഫോൺ തരില്ല എന്ന് പറഞ്ഞ് ചാച്ചു ഫോണുമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്നയാണെങ്കിലോ മനഃപൂർവ്വം സഞ്ജു ഫോൺ എടുക്കാത്തതാണ് എന്നുള്ള ദേഷ്യത്തിലാണ് കേട്ടോ സ്വപ്ന ചിന്തിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഭാനുമ്മ വരികയാണ്. എന്ത് പറ്റി, നിന്റെ ഫോൺ കണ്ടിട്ട് അവൻ എടുക്കുന്നില്ലല്ലേ? ഇതൊക്കെ തന്നെയാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, വെറുതെ ഇതിൻ്റെ പുറകെ നടക്കണ്ട എന്നുള്ളത്. നീ ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ ഗൗരവത്തോടെ എടുക്കണം. എന്നിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ നല്ലൊരു പയ്യനെ നിനക്ക് കണ്ടെത്തി നിന്റെ വിവാഹം നടത്തി തരാമെന്ന് പറയുമ്പോൾ, അമ്മയും ഗിരിയേട്ടനും കൂടി കണ്ടെത്താൻ വേണ്ടി പോകുന്നത് ഒരു സർക്കാർ ജീവനക്കാരനെ ആയിരിക്കും. പക്ഷേ എനിക്കത് വേണ്ട, എനിക്ക് നല്ല പൈസയുള്ള ചെക്കനെ തന്നെ എനിക്ക് വേണം. എന്നിട്ട് എനിക്ക് ആഡംബരമായിട്ടുള്ള കാറിൽ പോകണം, ഒരുപാട് സ്വർണം ഇട്ട് നടക്കണം, അങ്ങനെ പല പല മോഹങ്ങളും എനിക്കുണ്ട്. എനിക്ക് അതിന് അങ്ങനെ ഒരു വിവാഹം തന്നെയാണ് വേണ്ടത്. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ, അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ, നീ വെറുതെ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ നിൽക്കണ്ട. ആ ഗോപാൽജിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? അയാൾ ഇല്ലാതാക്കാൻ പോലും മടിക്കില്ല, അത്രയും വൃത്തികെട്ട മനസ്സാണെന്ന് പറയുമ്പോൾ, എന്നെ അയാൾ ഒരു ചുക്കും ചെയ്യില്ല. ഞാൻ അയാളുടെ മരുമകളായിട്ട് തന്നെ കയറി ചെല്ലും, അല്ലാതെ വിനീതയോ മറ്റാരോ അവിടേക്ക് മരുമകളായി കയറി ചെല്ലാൻ ഈ സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഭാനുമ്മ അങ്ങനെ പേടിക്കുകയാണ്, എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ സ്വപ്ന നേരെ റൂമിൽ പോയ ശേഷം സിമ്മ് മാറ്റിയിടുകയാണ്. എന്നിട്ട് അന്നെടുത്ത ആ വീഡിയോ ഫോട്ടോസും എല്ലാം തന്നെ സഞ്ജുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്വപ്ന മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ നമ്പർ ഇത് ഏത് നമ്പറാണെന്ന് പോലും അറിയാതെ എവിടെ നിന്നാവും ഈ ഒരു ഫോട്ടോ വന്നത് എന്നൊക്കെ ആലോചിച്ച് നീ ഒന്ന് വിഷമിക്കണം. നിന്നെ ഒരിക്കലും വിനീതയെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കില്ല, നിനക്കുള്ള പണി വരാൻ കിടക്കുന്നതേ എന്നൊക്കെ സ്വപ്ന സ്വയം മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ സഞ്ജുവിൻ്റെ ഫോണിലേക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചാച്ചു വരികയാണ്. എന്നിട്ട് ചാച്ചു സഞ്ജുവിൻ്റെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫോട്ടോ കണ്ടതോടുകൂടി ചാച്ചു അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ചാച്ചു നേരെ ഗോപാലനെ അടുത്തേക്ക് ചെന്നിട്ട് ഗോപാലിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഗോപാലിന് അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ ഗോപാലൻ സ്വപ്നയെ കാണാൻ വേണ്ടി വീണ്ടും ഗിരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സ്വപ്നയെ കണ്ടതോടുകൂടി സ്വപ്നയുടെ കഴുത്ത് പിടിച്ച് അങ്ങ് അമർത്തുകയാണ്. എന്നിട്ട് പറയാണ്, നിന്നെ തീർക്കാൻ എനിക്കൊരു സെക്കൻഡ് മാത്രം മതി. നീ എങ്ങാനും എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ സഞ്ജയുടെ ജീവിതത്തിലേക്ക് നീ ഒരിക്കലും കടന്നു വരില്ല. നീ എന്നെ ഇല്ലാതാക്കാൻ എനിക്ക് ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്നയുടെ കഴുത്ത് പിടിച്ച് അമർത്തുന്നത്. അങ്ങനെ സ്വപ്നയ്ക്ക് ഒരു നിമിഷം ശ്വാസം കിട്ടാതെ ഒന്ന് പെടയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വപ്ന ഒന്നങ്ങ് പേടിക്കുന്നുണ്ട്. അങ്ങനെ സ്വപ്നയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേട്ടോ ഗോപാൽജി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ നേരെ സഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, എൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ടാണ് നീ സ്വപ്നയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളി കളിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ സഞ്ജു തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. പിന്നീട് മുകുന്ദൻ്റെ ഫോണിലേക്ക് അഭി വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുകുന്ദൻ ചോദിക്കുക, എന്തിനാടാ നീ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം വക്കീലിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയാം. എന്താടാ നിനക്ക് ഇത്ര അറിയിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ വക്കീൽ വീടിൻ്റെ അടുത്തായിട്ട് ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വക്കീൽ അങ്ങ് ഞെട്ടിപ്പോവുക. എന്താടാ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതേ വക്കീലെ, ഞാൻ വക്കീലിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ബോംബ് വെച്ചിട്ടുണ്ട്. അത് 5 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരും അതോടുകൂടി നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ വക്കീൽ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. പക്ഷേ അബി അത് കള്ളം പറഞ്ഞതായിരിക്കും കേട്ടോ. അത് വക്കീലിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അബി കളിക്കുന്ന ഒരു കളിയായിരിക്കും. വക്കീലും മഹിമയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല, നിങ്ങളുടെ തൊട്ടുപുറകെ എപ്പോഴും ഞാനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അബി കളിക്കുന്ന ഭീഷണിയായിരിക്കും അത്.